പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ കാൽപ്പാടുകളെന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ സൂക്ഷിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അനേകം അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പറ്റി പറയുവാൻ, അങ്ങനെ ഒന്നുകൂടി ദൈവത്തിന്റെ തിരുനാമ മഹത്വമെടുക്കുവാൻ ഇടയാക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കാൽപ്പാടുകൾ എന്ന ആത്മീയ സൂക്ഷിയില് വളരെ സന്തോഷത്തോടെ ഇന്നേ ദിവസം ഞാൻ പങ്കുചേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്റെ വന്ദനം അറിയിക്കുന്നു ക്രിസ്തയേശുവിന്റെ നാമത്തിൽ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ഫാസ്റ്റർ സനോജ് വടക്കൻകര എന്നാണ്. ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പൊ താമസിക്കുന്നത്. ഏറെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കും. സ്തോത്രം. എന്റെ ജീവസാക്ഷ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ അച്ഛൻ, എന്റെ ഫാദർ, അദ്ദേഹം ഒരു പോലീസുകാരനാണ്. യൂണിഫോം ഇട്ട് അഭിമാനത്തോടെ സത്യസന്ധമായി സംസ്ഥാന പോലീസ് സേനയെ സേവിച്ചിരുന്ന ഒരു പോലീസുകാരനാണ്. തന്റെ അമ്മച്ചി വളരെയധികം പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളത്, സന്ധ്യാസമയങ്ങളിലൊക്കെ കറുത്ത പുറംചട്ടയുള്ള ബൈബിൾ എടുത്ത് കൈവച്ചുകൊണ്ട് ഞങ്ങളും എന്റെ അമ്മച്ചി, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മാറ്റപ്പെട്ടു, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമ്പം ഭയങ്കരമായിട്ട് എന്റെ അമ്മച്ചി കരയും. അപ്പൊ ഞാൻ ആലോചിക്കും, എന്നും ഇങ്ങനെ കരയണോ എന്ന്. പക്ഷെ പിന്നീട് അമ്മച്ചിയുടെ മരണശേഷം പാപജീവിതത്തിലേക്കൊക്കെ വീണുപോയ എന്നെ കർത്താവ് വീണ്ടെടുത്തപ്പോ അന്നത്തെ കണ്ണുനീരിന്റെ വിലയാണ്, ആ കണ്ണുനീരിന്റെ കൂടെ വിലയാണ് എനിക്ക് ഇന്ന് കൈവന്നിരിക്കുന്ന രക്ഷയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കരയുന്ന ഒരു ദൈവഭക്തിയായിരുന്നു എന്റെ അമ്മച്ചിയെങ്കിലും എന്റെ അപ്പൻ ഒരു നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തിന് വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനാണ്, ഇതൊക്കെ മനുഷ്യരെ കബളിപ്പിക്കാനാണ്, പാസ്റ്റർമാരെന്നൊക്കെ പറയുന്നത്, ദൈവദാസന്മാരെന്നൊക്കെ പറയുന്നത് വയറ്റിപ്പഴുപ്പിന് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചൊരു കൂട്ടമാണ്, ഇവർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നു, സാമൂഹ്യ വിപത്താണെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരാളായിരുന്നു എന്റെ അപ്പൻ. എന്നാൽ പിൽക്കാലത്ത് കർത്താവ് എന്നെയും തന്റെ സ്വർഗീയ സൈന്യത്തിലേക്ക് കൂട്ടിച്ചേർന്നപ്പോൾ എന്റെ അപ്പന്റെ വായടഞ്ഞു. എന്റെ അപ്പൻ മാനസാന്തരത്തിലേക്ക് അടുക്കുവാൻ തുടങ്ങി. ഞാന് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മകനായി ജനിച്ച് അങ്ങനെ മുന്നോട്ട് വരുമ്പോ പെട്ടെന്നൊരു ദിവസം എന്റെ സ്നേഹനിധിയായ മാതാവ് മാറ്റപ്പെട്ടു. അതിനുശേഷം സ്കൂളിലും ഹോസ്റ്റലിലും ഒക്കെ കോളേജിലും ഒക്കെ ഹോസ്റ്റൽ ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ കോളേജിലെ ഹോസ്റ്റൽ ജീവിതം എന്നെ പാപ വഴിയിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിച്ചു വരികയായിരുന്നു ഞാൻ. തിരുവനന്തപുരത്ത് മറിമാനിയസ് കോളേജിൽ നിന്ന് അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ഞാൻ ടൂറിസം സ്പെഷ്യലൈസ് ചെയ്ത് പാസ് ഔട്ടായ ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാൻ സ്വന്തമായി ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിനടുത്തായിട്ട്. അപ്പം ലോകത്തേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം, എന്റെ കഴിവിലും എന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഒക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇൻബൗണ്ട് ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു. എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തേക്ക് വിദേശികൾ ടൂർ പ്രോഗ്രാമായിട്ട് വരുമ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ഇവിടത്തെ ഇന്ത്യയിലെ ഓപ്പറേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും. അന്ന് ഞാൻ കുഞ്ഞുങ്ങളില്ല.
അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ലോകം മുഴുവനും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, റിസിഷനിലേക്ക് വീണുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യം വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ആ സമയത്ത് എന്റെ ബിസിനസ്സും വലിയ പ്രതിസന്ധിയിലേക്ക് വീണുപോയി. ഏകദേശം 35 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയിലേക്ക് ഞാൻ വീണുപോയി. അപ്പൊ ബാധ്യത ഏറി വന്നപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായി. പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് എന്റെ കടം പെരുകിക്കൊണ്ടിരുന്നു. ബാങ്കുകളിൽ നിന്ന്, ഫിനാൻസിൽ നിന്നൊക്കെ, പല ഫിനാൻസ് കമ്പനികളിൽ നിന്നൊക്കെ ഞാൻ അധിക പലിശയ്ക്കൊക്കെ പൈസ കടമെടുത്തു, വായ്പ എടുത്തു. പലിശയ്ക്ക് പോലും വ്യക്തികളിൽ ഞാൻ പൈസ എടുത്തു. അത് വലിയ പ്രതിസന്ധിയായി. ഇനി അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചതെല്ലാം അവസാനിപ്പിക്കാം. അതെല്ലാം അങ്ങനെ അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റില് പുറത്തിറങ്ങാൻ കഴിയാതെ 6 മാസത്തോളം അതിനകത്ത് കഴിയുക. ഞാനും എൻ്റെ ഭാര്യയും. പുറത്തുനിന്ന് കാണുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം മുറ്റത്ത് വണ്ടികളൊക്കെ കിടപ്പുണ്ട്, നമ്മുടെ തന്നെ കമ്പനിയുടെ കാറുകളൊക്കെ കിടപ്പുണ്ട്. കെട്ടിലും മട്ടിലും കാഴ്ചയിലും വലിയ കുറവൊന്നും പറയാനില്ല. പക്ഷെ അകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ഞങ്ങൾ നേറി പോകുകയായിരുന്നു. കടബാധ്യത അല്ല ശരിക്കും ഞങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തിക്കളഞ്ഞു. ഫിനാൻസുകാരും ബാങ്കുകാരും ഒക്കെ ഞങ്ങളെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി, ലീഗൽ നോട്ടീസ് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയത്ത് ഒരു സമയത്ത് 4 കേസുകൾ പറയേണ്ടി വന്നു. അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്തേ മതിയാകുന്നുണ്ടായിരുന്നു. അങ്ങനെ കേസെല്ലാം പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്റെ സ്റ്റാഫായിരുന്ന, ജീവനക്കാരനായിരുന്ന വ്യക്തിയിൽ നിന്ന് പോലും ഞാൻ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചു. പലിശയ്ക്ക് പണം വാങ്ങിച്ചിട്ട് അതിന്റെ പലിശ മുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി, ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ സമൂഹത്തിലും ഒക്കെ വലിയ നാണക്കേടുണ്ടായി. മറ്റൊരു വലിയ വെല്ലുവിളി, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതായി. വാടക പെൻഡിങ്. ഈ അപ്പാർട്ട്മെന്റ് ഉടമസ്ഥനായിരിക്കുന്ന വ്യക്തി നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, സാർ, ഇനി വാടക കൊടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമായി തുടങ്ങി. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ചെറിയ വാടകയ്ക്കുള്ള, താരതമ്യേന ചെറിയ വാടക കൊടുക്കേണ്ടി വരുന്ന ഒരു വീട്ടിലേക്ക് മാറാൻ നോക്കുക. അതാണ് ബുദ്ധി, അല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 10-70 വയസ്സോളമായി. അദ്ദേഹത്തിന്റെ ഉപദേശം ഞാൻ കൈക്കൊണ്ടു. ആ രാത്രി ഗ്രാഹ്യമാനം ആരും അറിയാതെ ഞാനും എന്റെ കുടുംബവും അവിടുന്ന് താമസം മാറി. ആരും പറഞ്ഞു താമസം മാറി മറ്റോടെത്തിയത്. അവിടെ ചെന്നിട്ടും അവസ്ഥകൾക്കൊന്നും മാറ്റം വരുന്നില്ല. അപ്പോഴും ബിസിനസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി ആ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. 2-3 വീടുകളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. കാരണം വാടക കുടിശ്ശികയാൻ തുടങ്ങിയ. അങ്ങനെ മാറിയിട്ട് മറ്റൊരു വീട്ടില്, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്ത് മറ്റൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരു ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആ ആന്റി ഒരു ദൈവദാസിയായിരുന്നു. ആന്റി വന്നു, ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവവചന ഉപദേശം ഞങ്ങളോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഓൾറെഡി ആ സമയത്ത് ഞാൻ വലിയ ടെൻഷനിലാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആന്റി കടന്നു വരുന്നത്. ഞാൻ ആലോചിച്ചു, ഇനി ഇവര് പറയുന്നതെല്ലാം കേട്ട് ഇനി എന്റെ ഒരുപാട് സമയം ഇനി അങ്ങനെ നഷ്ടപ്പെടുത്തണോ എന്ന്. ആന്റി ഒരു തവണ വന്നു, 2ാമത്തെ തവണ വന്നു, 3 തവണ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഈ ആന്റിയുടെ വരവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആന്റി രാവിലെ ഒരു 9:30 ആവുമ്പോഴത്തേക്ക് ആന്റി വീട്ടിലേക്ക് വരും. ഒന്ന് പ്രാർത്ഥിക്കും, ദൈവവചന ഉപദേശം പറയും, ഞങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഇടയ്ക്ക് ചായ കുടിക്കും, വെള്ളം കുടിക്കും, മറ്റാഹാരം ഒന്നും കഴിക്കുന്നില്ല. ആന്റി കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളും കഴിക്കുന്നില്ല. പിന്നെ ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ കഴിക്കാനൊന്നും കാര്യമായിട്ടില്ലാത്തൊരു സമയം കൂടെ ആയിരുന്നു. എന്നാൽ 3ാമത്തെ തവണ ദേവദാസി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റി വന്നു പോയതിനു ശേഷം, അന്ന് കേരളത്തിൽ ഭയങ്കര പവർ കട്ട്, സന്ധ്യാസമയത്ത് കറണ്ടില്ല, ചൂട് സഹിക്കാൻ കഴിയാതെ ഈ വരാന്തയില് ഒരു പായിട്ട് ഞാനിങ്ങനെ കിടക്കുക. അപ്പൊ മിക്കവാറും രാവിലെ വന്നാൽ സന്ധ്യയ്ക്ക് ആന്റി പോവാറുള്ളൂ. അതുവരെ വചനം ഞങ്ങളെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ദേവദാസി.
മൂന്നാം തവണ വന്നു പോയതിനു ശേഷം ഞാൻ വരാന്തയിൽ ഒരു പായിട്ട് വിശ്രമിക്കുമ്പോൾ ഒരു ദൈവ ശബ്ദം കേട്ടു. ക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണ്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോകം ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നത്. ഞാൻ ആലോചിച്ചു, ഞാന് ഏത് ഉപദേശത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു, ഏത് ഉപദേശ മുഖാന്തരം ഞാൻ ആശങ്കയിലായിരിക്കുന്നു, അതേ ചിന്ത തന്നെ പിന്നെയും എന്റെ അകത്തേക്ക് വരും. പക്ഷെ കൃപയാൽ അന്ന് കറണ്ട് വരുന്ന സമയം വരെ ഏതാണ്ട് 2-3 മണിക്കൂർ ഞാൻ ചിന്തിച്ചത് മുഴുവനും ജീവന്റെ നാഥനായ ക്രിസ്തുവിനെ കുറിച്ചായി. പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ച എടുക്കാതെ മാറ്റിവെച്ചിരുന്ന, കൈ തൊടാതെ മാറ്റിവെച്ചിരുന്ന കറുത്ത പുറഞ്ചട്ടയുള്ള ബൈബിൾ എടുത്ത് ഒരു കവറിനകത്ത് വെച്ച് ബൈബിളിന്റെ കഷത്ത് വെച്ചിട്ട് നേരെയുള്ള വഴി, മെയിൻ റോഡ് വഴി പോകാതെ ഇടവഴി ഞാൻ പെന്തക്കോസ് സഭയിലേക്ക്. കാരണമുണ്ട്, ഞാൻ ഒരു ബിസിനസ്സുകാരനാണെന്ന് നമ്മുടെ എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, വാഹനങ്ങൾ, കാറുകൾ റെന്റിന് കൊടുക്കുന്ന ബിസിനസ്സും എനിക്കുണ്ടായിരുന്നു. അപ്പം നാട്ടുകാർ മുഴുവൻ എനിക്കറിയാം, അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പെന്തക്കോസ് സഭയിൽ പോയെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് കട്ട് വഴി സഭയിലേക്ക് ഞാൻ ദൈവസഭയിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവദാസൻ ഇറങ്ങി വന്ന് എന്റെ തോളത്ത് പിടിച്ച് എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം അവിടെ കൊണ്ടിരുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു, ആരാധനയൊക്കെ ആരംഭിച്ചു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഭാഷയിൽ ആരാധനയൊക്കെ നടക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ദൈവവചന ഘോഷം നടക്കുന്നു, ഞാൻ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഉപവാസ പ്രാർത്ഥന അവസാനിച്ചു. വാസു ഇറങ്ങി വന്ന് പിന്നെയും എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വാ സഹോദര, നമുക്ക് അല്പം ഭക്ഷണം കഴിക്കാം. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കടം കൊണ്ട് പൊറുതിമുട്ടിയ എന്നെ കാണുന്നത് പോലും എന്റെ ബന്ധുക്കൾക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ പ്രയാസമായിരുന്ന സമയത്താണ് ഒരു മനുഷ്യൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് വരികയാണ്, ഒരു ആഹാരം കഴിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ സംസാരിച്ചു, തന്റെ സാക്ഷ്യമൊക്കെ അല്പം പങ്കുവെച്ചു. അതിനുശേഷം അതൊരു തുടർക്കഥയായി. ദൈവസഭയിൽ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥത കിട്ടാവും. എന്നും ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നത്, ഏത് കൊടിയ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും വെല്ലുവിളികളുടെയും നടുവിലാണെങ്കിലും ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യന് അവിടെ ഒരു ആശ്വാസം ലഭിക്കാനിടയായി. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം നിങ്ങൾക്കായി തന്നയിച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. എന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ സമാധാനത്തിന്റെ രുചി, അല്ലെങ്കിൽ സമാധാനം ഞാൻ രുചിച്ചറിഞ്ഞത് അപ്പോഴാണ്. ദേവദാസൻ ആത്മീയപിതാവ് വലിയ സ്നേഹമുള്ള വ്യക്തിയാണ്. അദ്ദേഹം അതിനുശേഷം എന്നെ ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവുള്ള ബന്ധം ആരംഭിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ഈ നിമിഷം വരെ ക്രിസ്തുവിനാൽ ജീവിക്കപ്പെടുവാൻ, കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഞങ്ങളുടെ എളിയ ജീവിതങ്ങൾ സമർപ്പിച്ച് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഈ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. സാമ്പത്തികമായി ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല, സ്വന്തമായി ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴും 7 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവശബ്ദം കേട്ടിരുന്നു, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ നൽകുക. അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയില്ല, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. 2014 വർഷം 2014 പാലക്കാട് അട്ടപ്പാടി എന്ന പ്രദേശത്ത് ഒരു വിവാഹ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. മടങ്ങി വരുന്ന വഴിക്ക് കാർ ആക്സിഡന്റ്. അങ്ങനെ ആക്സിഡന്റ് പറ്റി, ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നു. എന്റെ തലയോട് പൊട്ടി 7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. കണ്ണിലെ ഞരമ്പ് പൊട്ടിപ്പോയി. കഴുത്തിലെ ഡിസ്കിന് ഇടി കിട്ടി. ഡിസ്കിന് വലിയ പ്രയാസമായി. വോക്കൽ കോഡിന്, സ്റ്റിയറിംഗ് ഇടിച്ച് വോക്കൽ കോഡിന് പ്രയാസം പറ്റി. എനിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടുന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവര് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന് സർജറിക്ക് വേണ്ടി എന്റെ തലമുടിയെല്ലാം ഷേവ് ചെയ്ത് സർജറിക്ക് എന്നെ പോസ്റ്റ് ചെയ്തു. പക്ഷെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു, എനിക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. അപ്പം കോൺഷ്യസ് അല്ലാതിരിക്കുന്ന എന്നെ സർജറി ചെയ്യാൻ ഒരിക്കലും ഡോക്ടേഴ്സിന് കഴിയില്ല, അവർക്കത് ബുദ്ധിമുട്ടായി. അങ്ങനെ ആയപ്പം എനിക്ക്
തിരിച്ചറിവ് അല്ലെങ്കിൽ സുബോധം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്റെ ഓപ്പറേഷൻ എന്റെ സർജറി പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ ആറാമത്തെ വാർഡ് സർജറി വാർഡിൽ ഞാൻ ഇങ്ങനെ എന്റെ ഓപ്പറേഷന്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ വീട്ടിന് ചുറ്റും ദൈവദാസന്മാര് ദൈവമക്കളും എന്നും കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് എല്ലാ രോഗികളും വളരെ വേണ്ടപ്പെട്ടവരും കാണുന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ ഒരു ആന്റി ഓടി വന്ന് എന്റെ കാലി വന്ന് പിടിച്ചു. അപ്പം എന്റെ വൈഫ് ചോദിച്ചു, എന്തു പറ്റി ആന്റി? സുഖമില്ല, അങ്ങനെ തിരിച്ചറിവൊന്നുമില്ല, എന്തു പറ്റി? എന്റെ മരുമകന് സുഖമില്ല, ഒന്നും വന്ന് പ്രാർത്ഥിക്കണോ? അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഇതൊക്കെ എന്റെ വൈഫ് പറഞ്ഞു തന്ന ഓർമ്മകൾ മാത്രമാണ് എനിക്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, സുബോധമില്ലായിരുന്നു. അപ്പം എന്റെ വൈഫ് പറഞ്ഞു, ആന്റി ഞങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ, ആന്റി പൊയ്ക്കോളൂ. കൃപയാൽ അവരെന്നെ എന്റെ ഭാര്യ സഹോദരനും കൂടെ അവരെന്നെ പിടിച്ചുകൊണ്ട് ആ ബെഡിനടുത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയാണെന്നറിയില്ല, ഏറ്റവും വലിയ അത്ഭുതം, ഒന്നിനെ കുറിച്ച് ഓർമ്മയില്ലാതിരുന്ന ഞാൻ പക്ഷെ പ്രാർത്ഥന കൃത്യമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചുവെന്ന് പിന്നീട് എന്റെ ഭാര്യ ഓർമ്മ പുതുക്കി പറയുകയുണ്ടായി. സംഭവിച്ച അത്ഭുതം, ആ ചെറുപ്പക്കാരൻ സൗഖ്യമായി പിറ്റേ ദിവസം എഴുന്നേറ്റ് നടന്നു പോകുന്നു. അപ്പോൾ സ്വന്തമായി എഴുന്നേറ്റ് നടന്നു പോകാനോ ബാത്റൂമിൽ പോകാനോ കഴിയാതെ ഞാൻ എന്റെ ബെഡിൽ വിശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഞാൻ ഡോക്ടേഴ്സ് ചോദിച്ചു, എന്താ എനിക്ക് സംഭവിച്ചത്, എവിടെയാ ഇഞ്ചുറി, എന്താ എന്റെ കണ്ടീഷൻ ചോദിച്ചു. അപ്പം അവരെന്നോട് മറുപടി പറയാൻ തുടങ്ങി. അതുവരെ എന്റെ ഭാര്യ പ്രിയപ്പെട്ടവർ ചോദിച്ചിട്ട് കൃത്യമായി മറുപടി പറയാത്ത അവരെന്നോട് മറുപടി പറഞ്ഞു, തലാമസിനാണ് ഇഞ്ചുറി പറ്റിയത്, ഹെമറേജ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ, പ്രയാസമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാവുന്നു. അങ്ങനെ കൃപയാൽ ഡിസ്ചാർജ് ചെയ്തു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുടുംബ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. ഇത് സംഭവിച്ചത് 2014 ഡിസംബർ 2-ാം തീയതിയാണ്. അപ്പൊ ഞങ്ങൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, 7ാമത്തെ വർഷം. അപ്പൊ എല്ലാവരും പറഞ്ഞു, വലിയ പ്രയാസമായി, ആരോഗ്യം നഷ്ടപ്പെട്ടല്ലോ, എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ചില ആശ്വാസ വാക്കുകൾ എന്റെ ഭാര്യയെ ഏറെ കുത്തി നോവിച്ചു എന്ന് പറയുന്നതാണ് വാസ്തവം. ദൈവത്തിന്റെ അത്ഭുതം നോക്കും. 2015 ഡിസംബർ 10-ാം തീയതി ആയപ്പോൾ കർത്താവ് എനിക്ക് ആദ്യമായി ഒരു മകളെ തന്നു. പിന്നീട് അങ്ങോട്ട് കർത്താവിന്റെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു, ഒരു സീരിയസ് ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറയേണ്ടി. ഇപ്പൊ എനിക്ക് 4 കുഞ്ഞുങ്ങൾ, 3 പെൺകുഞ്ഞുങ്ങളും ഒരു മകനെയും കർത്താവ് തന്നു. സ്തോത്രം. കർത്താവ് എന്റെ ആദ്യ സമയത്ത് കർത്താവ് എന്നോട് കൃത്യമായി സംസാരിച്ച വചനം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാമത്തെ വചനം സംസാരിച്ചു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ലായിരുന്നു. ആ വചനം എന്നെയും എന്റെ ജീവിതത്തെയൊക്കെ മാറ്റിമറിച്ചു. ഇന്നും ആത്മീയ സൂക്ഷയിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഒരു വെല്ലുവിളി വരുമ്പോൾ എന്നെ ഏറെ പ്രചോദിപ്പിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വചനമാണ് കർത്താവ് എന്നോട് ആദ്യമായി സംസാരിച്ച വചനം. പ്രിയരെ, കലപ്പയ്ക്ക് കൈവച്ച് കഴിഞ്ഞു, ഇനി തിരിഞ്ഞു നോക്കരുത്. കലപ്പ ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഉഴുതുമറിച്ചെങ്കിൽ മാത്രമേ നിലമൊരുക്കാൻ കഴിയത്തുള്ളൂ. നിലമൊരുക്കിയെങ്കിൽ മാത്രമേ വിത്ത് പാകുവാൻ കഴിയത്തുള്ളൂ. പിന്നീട് വിളവെടുപ്പ് വരെ ഉള്ളത് ദൈവകരങ്ങളിലാണ്. അത് കർത്താവ് തീരുമാനിക്കട്ടെ. പക്ഷേ ഉഴുതുമറിച്ച് നിലമൊരുക്കാൻ ദൈവം ഒരു കലപ്പ നമ്മുടെ മേൽ തന്നിരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മളെ ആക്കി വെക്കുന്ന പ്രദേശത്ത് പരിതസ്ഥിതികൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ക്രിസ്തുവിന് വേണ്ടി സധൈര്യം, സദൃഢം ഉഴുതുമറിക്കാനുള്ള ഒരു വലിയ ശുശ്രൂഷയാണ്, ഉത്തരവാദിത്വമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നമ്മൾ വായിച്ചറിയുന്നുണ്ട്. ഇതിനേക്കാൾ മേൽത്തരമായ മഹത്തരമായ മറ്റൊരു ഉത്തരവാദിത്വമോ ജോലിയോ ഇല്ല എന്ന് ഞാൻ ഇന്നും ഈ സമയത്ത് ഉറച്ചു വിശ്വസിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കർത്താവ് ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, എല്ലാ മഹത്വവും കർത്താവിന്. സ്തോത്രം. അപ്പൊ ഞാൻ എന്റെ കഴിവ് കൊണ്ട് ജീവിതത്തെ നേടിയെടുക്കാൻ കഴിയും, ലോകത്തെ വെട്ടിപ്പിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിറങ്ങി തിരിച്ച്
പടയോട്ടം നയിച്ച അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ പോലെ ലോകത്തെ കീഴടക്കാൻ കഴിയുമെന്ന് വൃഥാ വ്യാമോഹിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. പക്ഷെ വഴിയിൽ വീണുപോയി. പക്ഷേ വഴിയരികിൽ വീണുപോയ എന്നെ, എന്റെ കുടുംബത്തെ നല്ല ശമരിയാക്കാരൻ കണ്ടെത്തി. ആ നല്ല ശമരിയാക്കാരൻ ഞങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടി ഞങ്ങളെ നിവർന്നു നിൽക്കാൻ പ്രാപ്തരാക്കി. ഇന്ന് ഈ ലോകത്ത് നിവർന്നു നിൽക്കുന്നുവെങ്കിൽ, സന്തോഷം അനുഭവിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ഉണ്മ അനുഭവിക്കുന്നെങ്കിൽ, അതെല്ലാം ക്രിസ്തുവിന്റെ കരുണ മാത്രമാണ്. ഹല്ലേലൂയ. പിന്നീട് കേരളത്തിന്റെ പല ജില്ലകളിൽ കർത്താവിന്റെ നിയോഗമനുസരിച്ച് പല ആത്മീയ പ്രസ്ഥാനങ്ങൾ, പല ചർച്ചകളുമായി ബന്ധപ്പെട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്യുവാനും പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ വന്നപ്പോ എന്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി പറഞ്ഞാൽ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. പക്ഷെ പിന്നീട് ഞങ്ങള് തിരുവനന്തപുരത്താണ് ഞങ്ങൾ വീട് വെച്ച് അല്ലെങ്കിൽ സെറ്റിൽ ആയത്, എന്റെ അപ്പൻ റിട്ടയർ ആയതിനു ശേഷം. അപ്പൊ ഞാൻ ഇടുക്കി ജില്ലക്കാരനും എന്റെ ഭാര്യ, ഞാൻ വിവാഹം കഴിച്ചത് തിരുവനന്തപുരം ജില്ലയാണ്, ഭാര്യ തിരുവനന്തപുരം ജില്ലക്കാരി. എന്റെ മൂത്ത മകൾ ജനിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്, മകൻ ജനിക്കുന്നത് മാവേലിക്കര വെച്ചാണ്, മൂന്നാമത്തെ മകൾ ജനിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച്, നാലാമത്തെ കുഞ്ഞ് കൊല്ലം ജില്ലയിൽ വെച്ചു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ 6 ജില്ലകളുടെ പ്രാതിനിധ്യം എന്റെ കുടുംബത്തിനാണ്. ഞാനത് പറഞ്ഞത് ഞങ്ങളെ ഉയർത്തുവാൻ അതൊന്നുമല്ല, ശ്രദ്ധ തിരിക്കുവാൻ ഒന്നും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് കർത്താവ് അയക്കുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഫലം കായ്ക്കുന്ന അനുഭവം കർത്താവ് വെളിപ്പെടുത്തുന്നു എന്നുള്ള എനിക്ക് സാക്ഷ്യം മാത്രമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്ക്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ജോലി ചെയ്യാനായിട്ട് കർത്താവ് എന്നെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ആയിരിക്കുന്ന സമയത്തും അന്ന് ഡൽഹി മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് വർക്കേഴ്സ്, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് വർക്കേഴ്സ് അവിടെ, ലേബേഴ്സ് അവിടെ ജോലി ചെയ്യുന്നു. ആ സമയത്ത് വിവിധ സംസ്ഥാനത്തിലുള്ള ആൾക്കാരോട് ഇടപഴകുവാനും പരിചയപ്പെടുവാനും അവരോടും ഒക്കെ സുവിശേഷം പറയുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അവിടെ ശുശ്രൂഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞ അനുഭവത്തോടെ അവിടെ നിന്നിട്ടുണ്ട്. സ്തോത്രം. കാരണം ഇടം കൈ ഏത് വലം കൈ ഏത് എന്നറിയാത്ത ജനമാണ് സംസ്ഥാനങ്ങളിലുള്ളത്. പക്ഷെ അവരുടെ നടുവിൽ കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. കണ്ണുനീരോടെ കടന്നു വന്ന അനേകർ സന്തോഷിച്ച് മടങ്ങിപ്പോകുന്നു. ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് കർത്താവിന്റെ സ്നേഹം പങ്കുവെച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പലപ്പോഴും ദൈവശക്തിയാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ എടുത്തെറിയുന്നത് പോലെ അവരൊക്കെ ദൈവശക്തിയിൽ ഉപയോഗിക്കപ്പെടുന്നതും ഒക്കെ കാണുവാൻ കർത്താവ് സഹായിച്ചു. എപ്പോഴും ഈ പൊതുജനം, സമൂഹം ഉറ്റുനോക്കുന്നത് ദൈവദാസന്മാരുടെ, സുവിശേഷകരുടെ, ദൈവമക്കളുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണ്. കാരണം സാക്ഷ്യം പറയുന്നത് ദൈവസഭയ്ക്കകത്താണെങ്കിലും സാക്ഷ്യം നിലകൊള്ളുന്നത് സഭയ്ക്കകത്തല്ല, ഈ വലിയ സമൂഹത്തിന്റെ നടുവിലാണ്. അവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കണ്ണുകൾ നമ്മളെ നോക്കിയിരിപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയാണ്, എങ്ങോട്ടാണ് തിരിയുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഈ സമയം വളരെ ശക്തമായി അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലോകത്തിലെ പതിനായിരക്കണക്കിന് കണ്ണുകൾ നമ്മളെ നോക്കി കാണുകയാണ്. ക്രിസ്തുവിൽ നാം എങ്ങനെയാണ്, നാം വാസ്തവമായി ക്രിസ്തുവിൽ തന്നെയാണോ എന്ന് നമ്മെ അളന്നു കുറിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളെ നമുക്കവിടെ കാണാൻ കഴിയും. നമ്മൾ മറന്നു പോകരുത്, ആ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളുടെ മുൻപിൽ നാം വാസ്തവമായി ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കണം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കണം, കർത്താവിന്റെ മക്കളായിരിക്കണം, വീണ്ടെടുക്കപ്പെട്ട ജനമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന പെന്തക്കോസിന്റെ അനുഭവത്തിനകത്തേക്ക് അരാജകത്വം കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. കേൾക്കുന്ന വാർത്തകളൊക്കെ ഭയാനകമാണ്. അപ്പനെ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന, ലഹരി വസ്തുക്കൾക്ക് അടിമയായി പോയി പെറ്റമ്മയെ മറന്നുപോയ, ഒറ്റ വളർത്തിയ അപ്പനെ മറന്നുകൊണ്ട് നിഷ്ഠൂരമായി കൊന്നുകളയുന്ന, കൂടപ്പുറപ്പിന്റെ കഴുത്തറുത്ത് കളയുന്ന, ഭാര്യ ഭർത്താവിന്റെ, ഭർത്താവ് ഭാര്യയുടെ, അപ്പനും അമ്മയും മക്കളുടെ, മക്കൾ അപ്പനും അമ്മയുടെ കഴുത്തറുത്ത് കളയുന്ന കാലം പോയ കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരട്ടെ.
എന്നാൽ ക്രിസ്തുവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് വീട്ടില് ഈ നമ്മുടെ വീട് ഭാഗം വെക്കുന്ന അല്ലെങ്കിൽ ഷെയർ ഒക്കെ തിരിക്കുന്ന ഒരു പ്രത്യേക നിമിഷത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ എന്ത് ചെയ്യാം? കർത്താവിനോട് നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുകയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4 മക്കളുമായിട്ട് ജീവിച്ചു മുന്നേറുമ്പോ ആരൊക്കെയോ ഉപദേശിച്ചു, സഭയ്ക്കകത്തും പുറത്തും. 4 മക്കളൊക്കെ ഉണ്ട്. ജീവിതം അത്ര സുഖകരമായിരിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായം എത്തുന്നവരെ പലവിധമായ ചെലവുകൾ, പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞു. നമ്മൾ ആരെയും ഒരിക്കലും തുലനം ചെയ്യുകയല്ല, അവരുടെ വാക്കുകൾ ഒരിക്കലും വളർന്നു നോക്കുകയല്ല. സ്വന്തം അനുഭവത്തിൽ നിന്നും പിന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവരങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ള അത്ഭുത സാക്ഷ്യം മറ്റൊന്നുമല്ല. ഈ 4 കുഞ്ഞുങ്ങളും വളർന്ന് ഇത്രത്തോളം പ്രായമെത്തുന്ന ഈ സമയം വരെ എന്തെങ്കിലും ഒരു പ്രത്യേക ബുദ്ധിമുട്ടിന് ഹോസ്പിറ്റലിൽ പോവാനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനോ ഈ കുഞ്ഞുങ്ങളുടെ രോഗസംബന്ധമായിട്ട് വലിയ വേദനയോ വലിയ പ്രയാസമോ ഒക്കെ അനുഭവിക്കുക എന്ന ഒരു പ്രയാസം എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കടന്നു വന്നിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നുവരെ അവരെയും കൊണ്ട് എനിക്ക് ആശുപത്രികളിലേക്ക് ഓടേണ്ടി വന്നിട്ടില്ല, മെഡിക്കൽ സ്റ്റോറിൽ ഓടിച്ചെന്ന് മരുന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. കാരണം ക്രിസ്തുവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് നാം എങ്കിൽ സാക്ഷ്യത്തോടുകൂടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് നാം ഇറങ്ങി തിരിച്ചതെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മെയും നമുക്കുള്ളതിനെയൊക്കെ കാത്തു പരിപാലിക്കുവാൻ സർവ്വ ശക്തനായ ഒരു കർത്താവിനെയാണ്, ദൈവത്തെയാണ് നാം പിൻപറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ വാടക വീട്ടിലൊക്കെ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട്, ഏതാണ്ട് 10-15 വർഷത്തോളം ആകും. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആദ്യം പറയുന്ന എഗ്രിമെന്റ്, നിങ്ങൾ ദയവായി അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ പറയും, ഒന്നാമത് ശുശ്രൂഷകർക്ക്, പാസ്റ്റർമാർക്ക് വീട് കിട്ടാൻ പ്രയാസമാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയില്ല, അങ്ങനെ വലിയ പ്രാർത്ഥനകളിലേക്കൊന്നും കടന്നു പോകത്തില്ല. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കോ, അതുപോലെയുള്ള പ്രാർത്ഥനാ സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ, അതൊരു കുഴപ്പമില്ല എന്ന് അവർ പറയും. അങ്ങനെ വിവിധ വാടക വീടുകളില് അങ്ങനെയുള്ള ചില പരിസ്ഥിതികളിലൊക്കെ ജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്പനാൾ മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മറ്റു ഭാഷകളിൽ കൂടി പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അതെന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അങ്ങനെ കർത്താവിന്റെ നിയമപ്രകാരം ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെയാണ് എന്തായിരുന്നു കർത്താവിന്റെ പദ്ധതി എന്ന് എനിക്ക് മനസ്സിലായത്. ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ചുറ്റുമുള്ളതൊക്കെ അക്രൈസ്തവരാണ്, ഒരുപക്ഷെ സുവിശേഷ വിരോധികളായിരിക്കാം. ഇപ്പൊ താമസിക്കുന്നിടവും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ദേശത്ത് സുവിശേഷത്തിന്റെ വിത്ത്, ജീവന്റെ വിത്ത് വിതയ്ക്കാനാണ് ദൈവം എന്നെ, എന്റെ കുടുംബത്തെ കർത്താവിടെ കൊണ്ട് ആക്കിയിരിക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ അത് ചെയ്യുവാൻ ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കുഞ്ഞുങ്ങൾ പല ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്താണ് ദൈവപദ്ധതി എന്ന് എനിക്ക് മനസ്സിലായത്. ചുറ്റും കൂടി നിൽക്കുന്ന വിരോധികളായിരിക്കാം. മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോഴല്ലേ അവർക്ക് പ്രയാസം വരുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പ്രാർത്ഥിച്ചാൽ നോ പ്രോബ്ലം. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, എന്തിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ചിലരുടെ മടങ്ങി വരവ്, ചിലരുടെ സ്തോത്രം, അവൻ നിലനിൽപ്പ് നമ്മുടെ കരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നാം ശക്തിയോടെ ആ ശുശ്രൂഷ നിർവഹിക്കാൻ ബാധ്യസ്ഥ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. പലരും ചോദിക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ വലിയ ചെലവല്ലേ, വാടക കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വലിയ ചെലവല്ലേ? സ്തോത്രം. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് ഈ ഭാരിച്ച ചെലവുള്ള ഈ ലോകത്ത് ജീവിച്ചു പോകാനോ ഒന്നിനും എന്റെ കർത്താവ് ഒരു മുട്ടും വരുത്തുന്നില്ല. സ്തോത്രം. അതിനുവേണ്ടി ഒരിക്കലും ആരുടെ മുമ്പിലും കൈ നീട്ടില്ല എന്ന് ദൈവം മുമ്പാകെ ഒരു തീരുമാനം എടുത്തിരുന്നു. ദൈവകൃപയാൽ ഇന്നും അത് പാലിക്കാൻ ദൈവം സഹായിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവസമ്പന്നനാണ്. നമ്മുടെ കർത്താവ് നമുക്ക് എന്താവശ്യമാണെങ്കിലും അതൊക്കെ തന്ന്, പര്യാപ്തമായത് ഒരുപക്ഷെ അതിലും അധികമായി തന്ന് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവസമ്പന്നനാണ്. ഒരു
സാക്ഷ്യം കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എന്റെ ഭാര്യ, വൈഫ് ജന്മന ഹാർട്ടിന് ഹോള് അല്ലെങ്കിൽ ഹൃദയത്തിൽ തുള വീണു എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തോടെ ജനിച്ച വ്യക്തിയാണ്. 100-ൽ ഒരാൾക്കൊക്കെ മാത്രം വരാവുന്ന ഒരു പ്രത്യേക ഒരു ജനറ്റിക് ഡിസീസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം, അല്ലെങ്കിൽ ഒരു ജനിതക പ്രതിഭാസം, ഡിസീസ് അല്ല, ഒരു പ്രതിഭാസം നമുക്ക് അതിനെ വിളിക്കാം. അങ്ങനെ ആയിരുന്നപ്പോ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, തലമുറകൾ, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, ഗർഭധാരണം അപകടമാണ്, കാരണം അമ്മയുടെ ജീവന് പോലും അത് ഭീഷണി ഉണ്ടാകും, ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കൃപയാൽ ഇന്ന് ഈ സമയത്ത് ഏറെ സന്തോഷത്തോടെ എന്റെ കർത്താവിനെ ഏറെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിലേറെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ പറയട്ടെ, എന്റെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ടവൾ 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എല്ലാം നോർമൽ ഡെലിവറിയാണ്. തികച്ചും നോർമലായി നിങ്ങൾക്ക് ജന്മം കൊടുത്തു. ഒരു തവണ ഡോക്ടർമാര് പറയും, അയ്യോ ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ പേരിൽ കേസ് വരും, എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എല്ലാ കുഞ്ഞുങ്ങളും, എന്റെ പ്രിയപ്പെട്ടവളും ഇന്ന് സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. സകല മഹത്വം കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്, എന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളുണ്ട്, ചർച്ചക്കാരുണ്ട്, അവരെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദൗത്യമാണ്. തീർച്ചയായും സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ അവർ മനസ്സ് കാണിക്കത്തില്ലായിരിക്കാം, നമ്മളോട് വലിയ താല്പര്യം കാണിക്കത്തില്ലായിരിക്കാം ക്രിസ്തു മുഖാന്തരം. പക്ഷെ നമ്മുടെ സാക്ഷ്യങ്ങൾ അവർക്ക് കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ സാക്ഷ്യത്തിലെ അത്ഭുതങ്ങൾ, കർത്താവിന്റെ അടയാളങ്ങൾ കേട്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവർക്ക് കഴിയാതിരിക്കില്ല. കാരണം എല്ലാ സാക്ഷ്യങ്ങളിലും മഹത്വമെടുക്കുന്ന ഒരു നാമമുണ്ട്, സർവശക്തനായ കർത്താവിന്റെ മഹത്വമേറിയ നാമം. ആ തിരുനാമം പിന്നെയും മഹത്വമെടുക്കട്ടെ എന്ന് ഞാൻ എന്റെ കർത്താവിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഏറെ ആശ്വസിക്കുകയാണ്. ഇത്രയും സമയം ശ്രദ്ധയോടെ കേട്ടിരുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയ ദൈവമക്കളെ ഓർത്ത് ഒരു വാക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയ എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. സകല മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.